Dear students, good morning to all of you. Welcome to the 23rd session of our subject English for Communication. Today we are going to cover the fourth module Cortex Part B portion. In the last session we have covered Part A portion, that innovations that have changed the world. Okay, today we are going to cover almost the modern innovations that changed the world. Light bulb, 1800 AD. Perhaps one of the most important inventions of modern times is the electric light bulb. നമുക്കറിയാം ഇലക്ട്രിക് ലൈറ്റ് ബൾബിൻ്റെ ഇന്നോവേഷൻസ് മോഡേൺ ടൈംസിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇന്നോവേഷൻ ആയിരുന്നു അത്, ഇൻവെൻഷൻ ആയിരുന്നു. ഓക്കെ, വി കുഡ് ഗെറ്റ് ബൈ with candles or lanterns in our homes, but imagine trying to shop at a mall, work in a large office complex, or travel at night by car or plane without electric lighting. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല, ഇലക്ട്രിക് ലൈറ്റ് ഇല്ലാത്ത ഒരു സമയത്തെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. In 1802, ഹംഫ്രി ഡേവി ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ഇലക്ട്രിക് ലൈറ്റ്. ആദ്യമായിട്ട് ഇലക്ട്രിക് ലൈറ്റ് കണ്ടുപിടിച്ചത് 1802 AD ഹംഫ്രി ഡേവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇറ്റ് വാസ് ഇംപ്രൂവ്ഡ് ഇൻ 1809 ബൈ തോമസ് ആൽവ എഡിസൺ, who discovered that a certain type of carbon filament, when placed in bulb without oxygen, could glow for 40 hours. കാർബൺ ഫിലമെൻറ്റ് ഒരു ബൾബിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, പ്ലേസ്ഡ് ഇൻ എ ബൾബ് വിത്തൗട്ട് ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഒരു ബൾബിൻ്റെ കാർബൺ ഫിലമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് 40 മണിക്കൂറോളം കത്തും എന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു 1809. തോമസ് ആൽവ എഡിസൺ. മൂവിങ് ഫോർവേഡ്, ലേറ്റർ ഓൺ എഡിസൺ ക്രിയേറ്റഡ് എ ബൾബ് ദാറ്റ് കുഡ് ലാസ്റ്റ് ഫോർ എവർ ഓവർ 1200 hours. 1200 മണിക്കൂർ വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചു. എ ട്രമൻഡസ് അഡ്വാൻസ്മെൻറ്റ് ഇൻ അവർ എബിലിറ്റി ടു ഡു തിങ്സ് ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് സെറ്റ്. സൂര്യാസ്തമയത്തിന് ശേഷം ധാരാളം ഉപകരിച്ചത് ഇരുട്ടത്ത്. ഓക്കെ, എഡിസൺസ് ഡിസ്കവറി കെയിം ആഫ്റ്റർ മെനി അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ആൻഡ് ഹി ഹിംസെൽഫ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് സെറ്റ്. അത് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തൊരു ഫെയിലറായി പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനൊന്നും നിരാശനാവാതെയാണ് വീണ്ടും ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വേർഡിങ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. ബിലീവ് ടു ഹാവ് സെഡ്, ഐ ഹാവ് നോട്ട് ഫെയിൽ, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways ദാറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ അത്രയും ഫെയിലിയർ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്തായിരുന്നു? ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways ദാറ്റ് വോണ്ട് വർക്ക്. 10,000 തവണ ഞാൻ പഠിച്ചു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ പഠിച്ചു. അതിനെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ആഫ്റ്റർ ദ ഇൻകാൻസെൻറ്റ് ലാംപ്സ്, നമ്മൾ കാണുന്ന ഫിലമെൻറ്റ് ലാമ്പ്, ആഫ്റ്റർ ദ ഇൻകാൻസെൻറ്റ് ലാംപ്സ് ലൈറ്റ് ബൾബ്സ് ഹാവ് അപ്പിയർഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് നിയോൺ ലാംപ്സ്, ഫ്ലൂറസെൻറ്റ് ലാംപ്സ്, ഹാലോജൻ ലാംപ്സ്, CFLs ആൻഡ് LEDs, thus lighting up our earth at night. അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ പറയുന്നത്. ദെൻ സെമി കണ്ടക്ടേഴ്സ്, 1896. സെമി കണ്ടക്ടേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ മോഡേൺ ഇലക്ട്രോണിക് ഡിവൈസസ്, ഓക്കെ, ദാറ്റ് വി യൂസ് ഇൻക്ലൂഡിങ് ടെലിവിഷൻസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. സെമി കണ്ടക്ടേഴ്സ് ആർ എക്സാക്ട്ലി വാട്ട് ദ നെയിം ഇംപ്ലൈസ്. ആ പേര് പറയുന്ന മാതിരി തന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇൻസുലേറ്റർ ഇൻ വൺ സബ്സ്റ്റൻസ്. ഒരേ പദാർത്ഥത്തിൽ രണ്ടും ക്വാളിറ്റിയും, ഒരു കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും പ്രോപ്പർട്ടി പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുക. മൈക്കിൾ ഫാരഡേ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഒബ്സർവ് എ സെമി കണ്ടക്ടർ ഇഫക്റ്റ് ഇൻ 1833. In 1901, the very first semiconductor device called cat's whisker was invented by Sir Jagadish Chandra Bose, an Indian. 1901 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. ആദ്യം സെമി കണ്ടക്ടർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആയിരുന്നു. 1901 വെരി ഫസ്റ്റ് സെമി കണ്ടക്ടർ ഡിവൈസ് കാൾഡ് കാറ്റ്സ് വിസ്കർ. കാറ്റ്സ് വിസ്കർ എന്ന് പേരുണ്ടായിരുന്നു. വിസ്കർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി രോമം എന്നർത്ഥം. പൂച്ചയുടെ രോമം പെട്ടെന്ന് ചാടി ഇതാവും, പെട്ടെന്ന് പൊങ്ങും രോമം. വളരെ ഇതാണ്, അവർ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ രോമം ഉയർത്തെഴുന്നേൽക്കുക ആ ടൈപ്പാണ്. അതിനാണ് കാറ്റ്സ് വിസ്കർ എന്ന് പറയുന്നത്. വാസ് ഇൻവെൻറ്റഡ് ബൈ സർ ജഗദീഷ് ചന്ദ്ര ബോസ്. കാറ്റ്സ് വിസ്കർ വാസ് എ സെമി കണ്ടക്ടർ റെക്ടിഫയർ യൂസ് ഫോർ ഡിക്റ്റേറ്റിംഗ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സെമി കണ്ടക്ടർ റെക്ടിഫയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കണ്ടുപിടിച്ച് ജഗദീഷ് ചന്ദ്ര ബോസ് ആയിരുന്നു. മൂവിങ് ഫോർവേഡ്, ബോസ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അപ്ലൈ സെമി കണ്ടക്ടേഴ്സ് ഫോർ കമേഴ്സ്യൽ പർപ്പസസ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാവസായിക ഉപയോഗങ്ങൾക്ക് ഇത് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ബോസ് ആയിരുന്നു. Advancements in semiconductors have helped in reducing the size of electronic gadgets, including computers and televisions. ഈ സെമി കണ്ടക്ടറിൽ വന്ന അഡ്വാൻസ്മെൻറ്റ്സ്,
ആണ് ഫർദർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ കമ്പ്യൂട്ടർ, ടെലിവിഷൻ ഇതുമാതിരി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ എല്ലാം സൈസ് കുറയ്ക്കാൻ കാരണം അതായിരുന്നു. ടുഡേ സിലിക്കൺ സെർവ്സ് ആസ് ദി മെയിൻ കമ്പോണൻറ്റ് ഫോർ മോസ്റ്റ് കമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ ആണ് മെയിൻ, സെമി കണ്ടക്ടറിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സിൻസ് ദ ഇൻ്റഗ്രൽ സർക്യൂട്ട്സ് ICs, ദ മൈക്രോ പ്രോസസ്സർ ആൻഡ് ദ മൈക്രോ കമ്പ്യൂട്ടർ ആർ സിലിക്കൺ ബേസ്ഡ്. ഇതെല്ലാം സിലിക്കൺ ബേസ്ഡാണ്. ദ ഹൈ ടെക്നോളജി ഏരിയ ബിറ്റ്വീൻ സാൻ ഫ്രാൻസിസ്കോ ആൻഡ് സാൻ ജോസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈസ് കാൾഡ് സിലിക്കൺ വാലി. Bangalore is called the Silicon Valley of India because it is the hub of IT industry in India. Again, moving forward, third one, the internet, 1969. Internet തുടങ്ങിയത് 1969. In 1969, we saw the creation of early internet called ARPANET, which was built by United States Department of Defense Advanced Research Projects Agency to connect researchers at different locations. ഡിഫൻസ് ആവശ്യങ്ങൾക്കായിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ARPANET എന്ന് പറയുന്നത് 1969. ദ ഫസ്റ്റ് മെസ്സേജ് വാസ് സിംപ്ലി ദ വേർഡ് ലോഗിൻ. ഏറ്റവും ആദ്യത്തെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്നായിരുന്നു. ദ മെസ്സേജ് ക്രാഷ്ഡ് ദ നെറ്റ്വർക്ക്. ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് നെറ്റ്വർക്ക് ക്രാഷായിപ്പോയി. ആൻഡ് ഓൺലി ദ ഫസ്റ്റ് 2 ലെറ്റേഴ്സ്, ലോഗിനിലെ L ആൻഡ് O, മെയ്ഡ് ഇറ്റ് ത്രൂ. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലോഗിൻ എന്നുള്ളതിൽ Lഉം Oയും മാത്രമേ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബൈ ദി എൻഡ് ഓഫ് 1969, 4 കമ്പ്യൂട്ടേഴ്സ് were connected to the ARPANET. അതാണ് ഇൻ്റർനെറ്റിൻ്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ബൈ ദി എൻഡ് ഓഫ് 1969, 1969 അവസാനമാകുമ്പോഴേക്കും ARPANETൽ 4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ തുടങ്ങി, നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ബൈ ദ 1980s, ദി ARPANET ഹാഡ് ടേൺഡ് ഇൻ ടു ഗ്ലോബൽ നെറ്റ്വർക്ക്. 1969 കഴിഞ്ഞപ്പോഴേക്കും 1980 ആകുമ്പോഴേക്കും ദി ARPANET ഹാഡ് ടേൺഡ് ഇൻ ടു എ ഗ്ലോബൽ നെറ്റ്വർക്ക് that was used to send files and data from one computer to another. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ലോകത്തിൽ പറ്റിയ ഏതൊരു കമ്പ്യൂട്ടറിലേക്കും അയക്കാൻ രീതിയിലുള്ള നെറ്റ്വർക്ക് ആയിട്ട് ARPANET ഡെവലപ്പ് ചെയ്തു വന്നു 1980s ആകുമ്പോഴേക്കും. But it took until 1991 for the creation of the Hypertext Transfer Protocol, HTTP, by Tim Berners-Lee, which enabled the creation of a web of hyperlinked documents. വളരെ മാസമായിട്ട് HTTP ഡോക്യുമെൻറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് 1991 HTTP ബൈ ടിം ബെർണേഴ്സ്-ലീ. The World Wide Web, WWW, became a communication tool that formed a constantly updating record of human knowledge and expression. A year later, in 1902, researchers of the University of Illinois developed a browser that created a user-friendly way to view the World Wide Web. WWW, വേൾഡ് വൈഡ് വെബ്. അത് യൂസർ ഫ്രണ്ട്ലി ആയി മാറിയത് 1902 റിസർച്ചേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. യൂസർ ഫ്രണ്ട്ലി വേ ടു വ്യൂ WWW, വേൾഡ് വൈഡ് വെബ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ഇനിഷ്യലി കാൾഡ് Mosaic, the first browser turned into the company and product Netscape, which revolutionized the ability of individuals to access information globally. ഗ്ലോബലി ആയിട്ട്, വേൾഡ് വൈഡായിട്ട് ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റി തുടങ്ങി. ഓക്കെ, ടുഡേ ദർ ആർ മെനി പോപ്പുലർ ബ്രൗസേഴ്സ് ലൈക്ക് ഫയർഫോക്സ്. ആദ്യത്തെ ഫസ്റ്റ് ബ്രൗസർ ഏതായിരുന്നു? Mosaic. ഫർദർ നമ്മൾ കാണുന്നുണ്ട് ഫയർഫോക്സ്, ക്രോം ആൻഡ് ഓപ്പറ. ടുഡേ വി ആർ സീയിങ് വയർലെസ് ഇൻ്റർനെറ്റ് ഹാസ് ഗ്രോൺ റാപ്പിഡ്ലി ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. പിന്നീട് അത് വയർലെസ് ആയിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്ന മാതിരി. ആൻഡ് ട്രാവലേഴ്സ് സെർച്ച് ഫോർ ദ വൈഫൈ ഹോട്ട്സ്പോട്ട്സ് വേർ ദേ ക്യാൻ കണക്ട് വൈൽ ദേ ആർ എവേ ഫ്രം ഹോം ഓർ ഓഫീസ്. വൈഫൈ ഹോട്ട്സ്പോട്ട്സ് ഇതെല്ലാം നമ്മൾ കാണാൻ തുടങ്ങി, ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി നമ്മൾ. മെനി എയർപോർട്ട്സ്, കഫേസ് ആൻഡ് ഹോട്ടൽസ് നൗ റുട്ടീൻലി പ്രൊവൈഡ് ദീസ് സർവീസസ്, സം ഫോർ എ ഫീ ആൻഡ് സം ഫോർ ഫ്രീ. വൈഫൈ എല്ലാം ചിലത് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ചിലർ സം ഫീ ഈടാക്കിയും കൊണ്ട്. ഓക്കെ, ആസ് ദ ഇൻ്റർനെറ്റ് ഹാസ് ബീക്കം യുബിക്വിറ്റസ്. യുബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി, എല്ലായിടത്തും കാണുന്നതർത്ഥം. ആസ് ദ ഇൻ്റർനെറ്റ് ഹാസ് ബീക്കം യുബിക്വിറ്റസ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഫാസ്റ്ററായി ആൻഡ് ഇൻക്രീസിംഗ്ലി ആക്സസിബിൾ ടു നോൺ ടെക്നിക്കൽ കമ്മ്യൂണിറ്റീസ്. അത് ഈവൻ നോൺ ടെക്നിക്കൽ കമ്മ്യൂണിറ്റീസിനും കൂടി ആക്സസബിൾ ആയി തുടങ്ങി. മുമ്പത് ടെക്നിക്കൽ ആൾക്കാർക്കാണ് കിട്ടുമായിരുന്നുള്ളൂ. പിന്നീട് അത് നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് കൊണ്ട് കിട്ടിത്തുടങ്ങിയ സമയത്ത് എന്താണ് വ്യത്യാസം വന്നു തുടങ്ങിയത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സജീവമായി തുടങ്ങി. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആൻഡ് കൊളാബറേറ്റീവ് സർവീസസ് ഹാവ് ഗ്രോൺ റാപ്പിഡ്ലി. അങ്ങനെയാണ് നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തുടങ്ങിയതും, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം തുടങ്ങിയതും.
Okay, enabling people to communicate and share interest in many more ways. Sites like Facebook, social networking പറ്റിയാണ് പറയുന്നത്. Sites like Facebook, Twitter, LinkedIn, YouTube, Flickr, blogs, Wikipedia let people of all ages rapidly share their interest of the moment with others everywhere. ഓക്കെ, ഈ സൈറ്റ്സുകളെയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഓക്കെ, ആസ് ഹെറാക്ലിറ്റസ് സെഡ് ഇൻ ദ 4th century BC, നത്തിങ് ഈസ് പെർമനൻറ്റ് ബട്ട് ചേഞ്ച്. ഹെറാക്ലിറ്റസ് അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു. അദ്ദേഹം 4th century BC, ബിഫോർ ക്രൈസ്റ്റ്, പറഞ്ഞത് എന്തായിരുന്നു? നത്തിങ് ഈസ് പെർമനൻറ്റ്, ഒന്നും പെർമനൻ്റ് അല്ല, ബട്ട് ചേഞ്ച്, മാറ്റം മാത്രമാണ് പെർമനൻറ്റ്, അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഗെയിൻ മൂവിങ് ഫോർവേഡ്, the mobile phone 1973 and the smartphone 2007. Martin Cooper, a Motorola researcher and executive, made the first phone call from a handheld mobile phone on April 3rd, 1973. നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്ന അതിൻ്റെ എർലിയർ വേർഷൻസ് ആണ്. 1973 ഏപ്രിൽ 3 ആദ്യമായിട്ട് മൊബൈൽ ഫോണിൽ ഒരു ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ എന്നൊരു കാൾ ചെയ്തത്. അദ്ദേഹം മാർട്ടിൻ കൂപ്പർ ആയിരുന്നു, മോട്ടറോള റിസർച്ചർ ആയിരുന്നു. ദിസ് അഷേർഡ് ഇൻ എ ന്യൂ ഡോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രഭാതം തുറന്നു കൊടുത്തു. കമ്മ്യൂണിക്കേഷനിലെ ഡോൺ, പ്രഭാതം. ദ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് വെയ്ഡ്, പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാവസായികാടിസ്ഥാനത്തിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു സാമ്പിൾ പീസ് ഉണ്ടാക്കുന്നതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് വെയ്ഡ് 2.5 pounds, that is 1.1 kg, offered 30 minutes of talk time and featured a battery that took 10 hours to recharge. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി, റീചാർജ് ആവാൻ വേണ്ടി 10 മണിക്കൂറോളം എടുക്കുമായിരുന്നു 1973 ആദ്യത്തെ കാലഘട്ടങ്ങളിൽ. ആസ് മൊബൈൽ ഫോൺസ് ഇവോൾവ്, ദേ ബിക്കെയിം മോർ കോമ്പാക്റ്റ് ആൻഡ് ഡെവലപ്ഡ് മോർ ഫീച്ചേഴ്സ്, മേക്കിംഗ് ദം മോർ ദാൻ ജസ്റ്റ് ഫോൺസ്. ഇപ്പോൾ അത് ഫോൺ മാത്രമല്ല, വളരെ കോമ്പാക്റ്റായി, സൈസ് വളരെ കുറഞ്ഞു, തിക്നെസ് കുറഞ്ഞു, വെയിറ്റ് കുറഞ്ഞു. ടുഡേ ദ ബാറ്ററീസ് ഓഫ് മൊബൈൽ ഫോൺസ് ലാസ്റ്റ് ലോങ്ങർ ആൻഡ് ടേക്ക് ലെസ്സർ ടൈം ടു ചാർജ്. ഒരുപാട് നേരം, നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണുകളെല്ലാം ചാർജ് ഒരുപാട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചാർജ് ആവാൻ, റീചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈവൻ മാക്സിമം ലെസ് ദാൻ 1 hour മതി താനും. ഓക്കെ, മൂവിങ് ഫോർവേഡ്, ഓൺ January 9, 2007, Apple launched the iPhone, the first widely available smartphone with multi-touch capabilities. ഐഫോണിൻ്റെ തുടങ്ങിയത് 2007 January 9 മൾട്ടി ടച്ച് ക്യാപ്പബിലിറ്റീസ്, ദ അബിലിറ്റി ടു ഡിക്റ്റേറ്റ് 2 fingers അറ്റ് വൺസ്, 2 ഫിംഗർ ഒരേ സമയം ഡിക്റ്റേറ്റ് ചെയ്യുക. ഇനാബിളിംഗ് മോർ കോംപ്ലക്സ് യൂസർ ഇൻട്രാക്ഷൻസ് സച്ച് ആസ് പിഞ്ച് ടു സൂം. നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിൽ കാണാം പിഞ്ച് ടു സൂം, 2 വിരൽ വെച്ച് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അപ്പോൾ അത് അതിൻ്റെ സൈസ് കൂടി വരും. പിഞ്ച് ടു സൂം ചെയ്യാം. ദി ഓർഡിനറി ടെലിഫോൺ ഹാസ് turned into a cloud-connected smartphone with built-in GPS, global position system, compass, voice recorder, camera, maps, and web browser, with an app store that allows the user to download from a selection of millions of specialty applications. നമുക്കറിയാം, പ്ലേ സ്റ്റോറിൽ നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസ് കിടക്കുന്നുണ്ട് നമ്മുടെ മൊബൈലിലെല്ലാം, നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നും ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. സ്റ്റാർട്ടിങ് അഗെയിൻ, മൂവിങ് ഫോർവേഡ്, വൺ മോർ പാരഗ്രാഫ്. The multi-touch smartphone paved the way for the tablet and convergence of the laptop, tablet, smartphone, and new hybrids such as cloud-connected glasses and smartwatches. Further development ആണത്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പും ടാബ്ലറ്റ് സ്മാർട്ട് ഫോൺ എല്ലാം മാറി ഒരു കൺവേർജ് ചെയ്തുള്ള ഒരു ഇത് വന്നു തുടങ്ങി. ഇപ്പോൾ ക്ലൗഡ് കണക്റ്റഡ് ഗ്ലാസസ് ആൻഡ് സ്മാർട്ട് വാച്ചസ്, ഈവൻ സ്മാർട്ട് വാച്ചസ് വി ക്യാൻ സീ. A world with smartphones with sufficient processing power and memory to be used as full-featured computers with hand gesture inputs and a projected keypad will soon become a reality. നമ്മളിനി ആംഗ്യം കാണിച്ചാൽ മതി, അതിലോട്ടാണ് ഫർദർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കും, അത് എന്താണെന്നുള്ളത് ഉദ്ദേശിക്കണത് എന്നുള്ളത് പറയും. ആ രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. ആൻഡ് എ പ്രൊജക്റ്റഡ് കീപാഡ് വിൽ സൂൺ ബിക്കം എ റിയാലിറ്റി. ഇതൊരു യാഥാർത്ഥ്യമായി മാറാൻ അധികകാലം താമസമില്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നോവേഷൻസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്, മോഡേൺ ഡേ ഇന്നോവേഷൻസ്. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ദെൻ on this topic, based on this topic, I will be asking some questions through Google form and you have to fill it up. Okay, then bye.